നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ UDF LDF കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വാക്കേറ്റം. തെരുവു നായകളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവു നായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ചേലക്കരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ച് മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്. ഇടതുപക്ഷക്കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് വിഷയത്തിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാലോ തനിക്കെതിരെ കേസ് വന്നാലോ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്ലക്കാർഡുകളുമായാണ് LDF രംഗത്തെത്തിയത്. നിക്ഷേപകർക്ക് പണം നൽകാൻ നടപടി സ്വീകരിക്കുക, ബാങ്ക് വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ഭരണപക്ഷമായ UDF അംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായി. വാക്കേറ്റം കയ്യങ്കളിയിലേക്ക് എത്തിയെങ്കിലും മുതിർന്ന കൗൺസിലർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കി. എന്നാൽ പിന്നീട് സംസാരിച്ച BJP കൗൺസിലർ TK ഷാജുവുമായും LDF കൗൺസിലർമാർ കൊമ്പുകോർത്തു. കരുവന്നൂർ ബാങ്ക് വിഷയമാണ് വാക്പോരിലേക്ക് നയിച്ചത്. മറുപടി പറഞ്ഞ ചെയർമാൻ MP ജാക്സൺ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടില്ലെന്ന് അറിയിച്ചു. RBI നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭരണസമിതി തിരിച്ചെത്തിയാൽ സമയബന്ധിതമായി നിക്ഷേപകർക്ക് പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യമായി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MP ജാക്സൺ വ്യക്തമാക്കി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തെരുവു നായകളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവു നായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. തെരുവു നായകളെ ദയാവധം നടത്തുന്നതിന് പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. നായ്ക്കളെ കൊല്ലുന്നത് ഈ സമിതിക്ക് തീരുമാനിക്കാം. അതുപോലെ ഷെൽട്ടറുകൾക്ക് സ്ഥലം കണ്ടെത്താൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. 2-ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായി പരിഗണിക്കും. ഇവയ്ക്ക് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നൽകും. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനും പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനാണ് തീരുമാനം. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാൻ അനുമതി നൽകുകയും ചെയ്തു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതീവ ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 15,02,737 പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. ഈ കാലയളവിൽ 122 പേർക്ക് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായി. ഓരോ വർഷവും കടിയേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, TCV. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെള്ളറക്കാട് ദുബായ് റോഡ് അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടുംബ സുഹൃത്തായിരുന്ന ഇബ്രാഹിം അതിജീവിതയ്ക്കും വീട്ടിലെ മറ്റു കുട്ടികൾക്കും മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്താണ് കുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ചത്. പിന്നീട് പ്രതി അതിജീവിതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സ്പെഷ്യൽ കോടതി ജഡ്ജി S. സുധീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് E.A. സീനത്ത് കോടതിയിൽ ഹാജരായി. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ച് മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര AUP സ്കൂൾ ജീവനക്കാരനായ എടപ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള നാരായണൻകുട്ടിയാണ് മരിച്ചത്. ചേലക്കര സെന്റ് ജോർജ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ചേലക്കരയിൽ നിന്നും തോന്നൂർക്കരയിലേക്കുള്ള സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ നായ കുറുകെ ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചു മറിഞ്ഞു.
അപകടം നടന്നയുടൻ നാട്ടുകാർ നാരായണൻകുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടതു ഭരണകാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൗസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമനം നടത്താനുള്ള അധികാരം ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇക്കാര്യത്തിൽ ഇനി സുപ്രീംകോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. നിലവിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായാണ് ചില അഭിപ്രായ വ്യത്യാസമുള്ളത്. ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ ഭക്തരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം. സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ നിയമിക്കും. ദേവന്റെ സ്വത്ത് കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ നിയമിക്കൂ. ഇക്കാര്യത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിനായി 13.5 കോടി രൂപ ചെലവിലാണ് കൗസ്തുഭം നവീകരിച്ചത്. TCV ഗുരുവായൂർ. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ചാഴൂർ കാഞ്ഞിരച്ചൂട് സ്വദേശി പണ്ടാത്തറ വീട്ടിൽ ഷൈബിൻ, ചെമ്മാപ്പള്ളി കായമ്പള്ളി സ്വദേശി കൊരമ്പി വീട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SIമാരായ കൊച്ചുമോൻ, റിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പന്നിത്തടത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. ഇന്ന് പുലർച്ചെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലാണ് അപകടം. ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി എത്തിയ ബൊലേറോ പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പന്നിത്തടം സെന്ററിന് സമീപമുള്ള സിംല ഗ്രൗണ്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനത്തിലുണ്ടായിരുന്നവർ ഹാൻസ് സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി. വാഹനവും ഹാൻസ് ചാക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി രജിസ്ട്രേഷനുള്ള പിക്കപ്പ് വാഹനം കേച്ചേരി ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഓടി രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻതോതിൽ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണ് വാഹനാപകടത്തോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു. ഓപ്പറേഷൻ സ്റ്റീൽ ബേഡിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 2 ക്രിമിനലുകൾ കൂടി പിടിയിൽ. അന്തിക്കാട് പെരിങ്ങോട്ടുകര കിഴക്കുമുറി അയ്യാട്ട് വീട്ടിൽ രാകേഷ് എന്ന കായ്ക്കുരു രാകേഷ്, വാടാനപ്പള്ളി ഗണേശമംഗലം മേപ്പറമ്പിൽ വീട്ടിൽ ജുഗൽ എന്നിവരെയാണ് അങ്കമാലി പോലീസ് സാഹസികമായി പിടികൂടിയത്. 60ഓളം കേസുകളിലെ പ്രതിയാണ് രാകേഷ്. ഹൈവേ കൊള്ള കേസിൽ കർണാടകയിലെ ജയിലിൽ നിന്നും കഴിഞ്ഞ ജൂൺ അവസാനമാണ് ഇയാൾ പുറത്തിറങ്ങിയത്. 11 കേസുകളിൽ പ്രതിയാണ് ജുഗൽ. കാപ്പ ചുമത്തി ഇയാളെ തൃശൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തിയിരിക്കുകയാണ്. അങ്കമാലിയിൽ ഹൈവേ കൊള്ള നടത്തുന്നതിന് ഒത്തുകൂടിയ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായ 2 പേരും. വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ പൂട്ടിക്കിടന്ന വീട് കത്തി നശിച്ചു. ആച്ചാണ്ടി ഷൈജുവിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് കത്തി നശിച്ചത്. വീടിനകത്ത് ജാതിപത്രി ഉണക്കുന്നതിനിട്ട തീയാണ് പിന്നീട് AC-യുടെ കേബിളിൽ പടർന്ന് അപകടത്തിന് വഴിവെച്ചത്. വീട് പൂർണ്ണമായും കത്തിയമർന്നു. ഷൈജുവും കുടുംബാംഗങ്ങളും സ്ഥലത്തുണ്ടായിരുന്നില്ല. തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ചാലക്കുടി, മാള എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. തെക്കുംകര പഞ്ചായത്ത് നെൽകർഷകർക്കായി അടിയന്തര ഗ്രാമസഭ വിളിക്കണമെന്ന് കർഷക സമിതി ആവശ്യപ്പെട്ടു. വരണഞ്ചിറ കർഷക സമിതി 37ാം വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിന്റെ കീഴിൽ 16ഓളം പാടശേഖര സമിതി വാഴാനി ഡാമിനെ ആശ്രയിച്ചാണ് നെൽകൃഷി ചെയ്യാറുള്ളത്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കുറഞ്ഞതിനാൽ കൃഷി പ്രതിസന്ധിയിലാകുമെന്ന് കർഷക സമിതി ചൂണ്ടിക്കാട്ടി. കൃഷി ഓഫീസർ അഞ്ജലി, വാർഡ് മെമ്പർ സജിത മനോജ്, സരള മൂർക്കനാട്ട്, സെക്രട്ടറി പോൾ നീണ്ടുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിയിട്ട കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പ് പിടിയിലായി.
കിള്ളന്നൂർ വീട്ടിപ്പാറയിൽ പൊന്നാപുരം കുഞ്ഞുമോളുടെ വീട്ടിലാണ് സംഭവം. കെട്ടിയിട്ട കോഴിയെ ഇന്ന് പുലർച്ചെയാണ് പെരുമ്പാമ്പ് വിഴുങ്ങിയത്. മറ്റ് കോഴികൾ ബഹളം വച്ചതോടെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് കോഴിയെ പാതി വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടത്. സർപ്പ വളണ്ടിയർ സുധീഷ് കള്ളായി സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടി പൊങ്ങണങ്ങാട് ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. ഡൽഹിയിലെ നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കുമെന്നും ഇതിനായി DGPക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPI നിയമസഭാ കക്ഷി നേതാവ് K രാജൻ തുടങ്ങിയവർ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് നടപടി. കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിന്റെ മൂന്നാം പാപ്പാൻ കുത്തേറ്റ് മരിച്ചു. കൊല്ലം പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് മരിച്ചത്. കൊല്ലം കടവൂരിൽ യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ് രാജുവിന് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ ശ്യാം, മഹേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SSA തൃശൂർ ഫിലിം പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്ത നടപ്പാത എന്ന ഹ്രസ്വചിത്രം ഞായറാഴ്ച രാവിലെ 9:30 തൃശൂർ ശ്രീ തിയേറ്ററിൽ സൗജന്യമായി പ്രദർശിപ്പിക്കും. ബഷീറിന്റെയും സൈനബിയുടെയും ജീവിത വഴികളിൽ അനുഭവിച്ച സംഭവബഹുലവും ഹൃദയസ്പർശിയുമായ ജീവിതകഥയുടെ നേർക്കാഴ്ചയുമായാണ് ഈ ചിത്രം ഒരുക്കുന്നത്. രമാദേവി, ദേവകി ശങ്കർ, ശ്രീലക്ഷ്മ കണ്ണൂർ, ശങ്കർ ദേവ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ജനറൽ ബോഡിയും +1 പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടന്നു. MLA KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി PK അബ്ദുറഹ്മാൻ, ചെയർമാൻ KK സുൽഫി, ട്രഷറർ അബ്ദുൾ റഷീദ്, പ്രിൻസിപ്പൽ CM ഫിറോസ്, ഹെഡ്മിസ്ട്രസ് AA അനീസ, സ്റ്റാഫ് സെക്രട്ടറി KA ലിഷ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. കേച്ചേരി സ്വദേശി ജിഷ്ണുവിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിർത്തിയിട്ട കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട കാർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർത്ത് പറമ്പിലേക്ക് ഇടിച്ചു കയറി. വടക്കേക്കാട് ഭാഗത്തുനിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടത്. അരൂപ്പാടം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇടിച്ചു തകർത്ത ശേഷം വാഹനം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. മരണാനന്തരമുള്ള നേത്രദാനത്തെയും ശരീരദാനത്തെയും പ്രോത്സാഹിപ്പിക്കാനായി കുന്നംകുളത്ത് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചതായി സംഘാടകർ തൃശൂരിൽ അറിയിച്ചു. ട്രസ്റ്റിന്റെ ഔദ്യോഗിക ലോഗോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തിരുന്നു. കേരളത്തിലെ ആദ്യത്തെ നേത്രദാനത്തിന്റെയും ശരീരദാനത്തിന്റെയും സംഘടനയാണിതെന്ന് സംഘാടകർ പറഞ്ഞു. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് മനോജ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി റെജി, ജോയിന്റ് സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ, ട്രഷറർ പ്രസാദ് പുലിക്കോടൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് തൃശൂരിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് സ്റ്റിബിൻ കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. നവാസ് മീരാൻ മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകൻ R റോഷൻ മോഡറേറ്ററായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗം CA സലീം, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പ്രകാശ് പട്ടാഭിരാമൻ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ്, ട്രഷറർ ഷൈൻ തറയിൽ, യൂത്ത് വിംഗ് സെക്രട്ടറി ഹരികൃഷ്ണൻ, ട്രഷറർ മുഹമ്മദ് നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. French Dairy Pistachio Kunafa Bar. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. ഇനി നിങ്ങളുടെ വീണ്ടും വാർത്തകളിലേക്ക്. ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് കുന്നംകുളം സ്വദേശിയായ പാസ്റ്റർ CL സണ്ണി. ആത്മീയ രംഗത്തെന്ന പോലെ കലാരംഗത്തും സവിശേഷ സാന്നിധ്യമാണ്. 50 കൊല്ലമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സണ്ണി എന്ന ചിത്രകാരൻ.
കാലം മായ്ക്കാത്ത ഒരുപാട് ചരിത്രശേഷിപ്പുകളുടെ കാവലാളായി മാറുന്നതാണ് പാസ്റ്റർ സണ്ണിയുടെ ഓരോ ചിത്രങ്ങളും. കുന്നംകുളത്തിന്റെ നഗരവീഥികളിൽ തുടങ്ങി തൃശൂർ നഗരത്തിലുൾപ്പെടെ ജില്ലയിലെ നഗരഗ്രാമവീഥികളിൽ ഇദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയായി മാറുകയാണ്. മുനിസിപ്പാലിറ്റികൾക്കും ആരോഗ്യ വകുപ്പിനും വേണ്ടി നിരവധി ചിത്രങ്ങൾ വരച്ചു. തൃശൂർ കോർപ്പറേഷനു വേണ്ടിയും സ്ഥിരമായി ചിത്രങ്ങൾ വരയ്ക്കുന്നു. തൃശൂർ നഗരത്തിലെ സബ്വേകളിലെ ആകർഷകമായ ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ്. കൂടാതെ നഗരത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും പൊതുയിടങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം സണ്ണിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാണാനാകും. ചുമർ ചിത്രങ്ങൾ വഴി സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് ഈ കലാകാരൻ പറയുന്നു. ശുചിത്വത്തിൻ്റെ സന്ദേശങ്ങളും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെയുള്ള സന്ദേശങ്ങളുമാണ് ഗവൺമെൻറ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ ചിത്രങ്ങളിലൂടെയും അത് ആവിഷ്കരിക്കുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ശക്തൻ മാർക്കറ്റിൽ എല്ലാം പടങ്ങളിലൂടെയാണ് അത് ആവിഷ്കരിക്കുന്നത്. ലഹരിയുടെ ലോകത്തു നിന്നും യുവാക്കളെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരം ചിത്രരചനകൾക്ക് കഴിയുമെന്നും പാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരിയുടെ പിടിയിലമർന്ന ഒരു ഭൂതകാലം സണ്ണിക്കുമുണ്ടായിരുന്നു. പിന്നീട് ഉറ്റ സുഹൃത്തിന്റെ മരണത്തോടെയാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷ പ്രഘോഷണത്തിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞത്. കൊറോണ കാലത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ചുമരിൽ 20 അടി നീളമുള്ള ചിത്രം വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്കുള്ള പുനഃപ്രവേശം. പിന്നീട് ഇങ്ങോട്ട് വരയുടെ വർണ്ണപ്രപഞ്ചത്തിൽ സജീവമായി. TCV ന്യൂസ്, തൃശൂർ. പുതിയകാവ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം ഞായറാഴ്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി മുഖ്യപ്രഭാഷണം നടത്തും. മഹല്ല് പ്രസിഡന്റ് CH ബീരാവുണ്ണി ഹാജി, ജനറൽ സെക്രട്ടറി PK മുഹമ്മദ് ഹനീഫ ഹാജി, വൈസ് പ്രസിഡന്റ് SA സിദ്ദിഖ്, VMA കരീം ഹാജി, KR സഗീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ 20ാം വാർഷിക പൊതുയോഗം നടന്നു. തൃശൂർ ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് NP അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വനം പ്രസിഡന്റ് EK ഹംസ അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം രക്ഷാധികാരി ജോൺസൺ എലുവത്തിങ്കൽ, സെക്രട്ടറി സജീവ് കഴുങ്കിൽ, ട്രഷറർ RM അഷ്റഫ്, ഓഡിറ്റർ P കൃഷ്ണകുമാർ, കമ്മിറ്റി അംഗം MM വാസന്തി, വൈസ് പ്രസിഡന്റ് TT വർഗീസ് എന്നിവർ സംസാരിച്ചു. എല്ലാവരും അതിനുവേണ്ടി ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ സാന്ത്വനം നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു രോഗി തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിന്റെ വാർഷികവും തൃശൂർ ഫർണിച്ചർ ഹബ്ബ് വിഷൻ 2030 ലോഗോ പ്രകാശനവും ചൊവ്വൂരിൽ നടക്കും. ഓഗസ്റ്റ് 3 ഉച്ചയ്ക്ക് 2 നടക്കുന്ന സഹകരണ സംഘത്തിന്റെ വാർഷികാഘോഷം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഫർണിച്ചർ ഹബ്ബ് വിഷൻ 2030 പദ്ധതി സ്മരണിക ഗീതാ ഗോപി MLA പ്രകാശനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് MJ വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് CM രഘു, MO ബ്രൈറ്റോ, CK ഭരതൻ എന്നിവർ പങ്കെടുത്തു. പഴമയുടെ തനിമ നിലനിർത്തി വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കോഞ്ചിറ മുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂർ ശ്രീകാർത്തിയായനി ക്ഷേത്രത്തിലും പ്രാർത്ഥനകൾ നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവു കമ്മിറ്റി ഭാരവാഹികൾ പൊഴുതുമാട്ടത്തിനെത്തിയത്. മുളംകുറ്റികളിൽ പൂമാല ചാർത്തി തെങ്ങോലകൾ മെടഞ്ഞുണക്കിയതുമായി കർഷക തൊഴിലാളികളും ഫാംബണ്ടിലെത്തി. പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളംകുറ്റിയടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന പൊഴുതുമാട്ടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ PA ഹാരിസ് ഹാജി, PM കുഞ്ഞിബാവു ഹാജി, AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, VA ശൈല, TA രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കഴകളെല്ലാം അടച്ചു. എഞ്ചിൻപുരയിൽ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തന സജ്ജമാക്കി. ശനിയാഴ്ച മുതൽ വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം പൂട്ടി നിരത്തും. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഹൈബ്രിഡ് ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നതെന്നും ഓണത്തിന് ശേഷം വിത നടത്തുമെന്നും പടവ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. പൊഴുതുമാറ്റമാണ് ഇവിടെ നടന്നത്. നാളെ മുതൽ പമ്പിംഗ് ആരംഭിച്ച് വളരെ കൃത്യവും സുതാര്യവുമായി ഐക്യത്തോടു കൂടി കൃഷിക്കാരെ സംരക്ഷിക്കുക, കൃഷിക്കാരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആശങ്കകൾ മറികടന്നുകൊണ്ട് അതുപോലെ തന്നെ നല്ല വിളവ് കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ പടവ് കമ്മിറ്റിയുടെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പണിക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. പൊഴുതുമാട്ടത്തോടെ തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാവുകയാണ്. TCV ന്യൂസ്, പാവറട്ടി.
കൊടകര പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി ബോട്ടിൽ ബൂത്തുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TS അഭിലാഷ്, വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിജോ, CDS ചെയർപേഴ്സൺ അമ്പിളി സോമൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UG PG അഡ്മിഷൻ ആരംഭിച്ചതായി ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജയരാജ് അറിയിച്ചു. ഓഗസ്റ്റ് 10 വരെ ഓൺലൈനായും വെബ്സൈറ്റിലൂടെയും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. പട്ടാമ്പി റീജിയണൽ കേന്ദ്രത്തിന്റെ പരിധിയിൽ തൃശൂർ ജില്ലയിൽ കുട്ടനല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ്, പാറമേക്കാവ് കോളേജ്, പാവർട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ്, നാട്ടിക കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്നീ 4 പഠന കേന്ദ്രങ്ങളാണുള്ളത്. വാർത്താസമ്മേളനത്തിൽ റീജിയണൽ സെന്റർ ഡയറക്ടർ പ്രൊഫസർ C വനജ, ലഫ്റ്റനന്റ് ഡോക്ടർ സിജി K സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. സുഹൃത്ത് സംഘവും CNN ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഫും സംയുക്തമായി ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 28ാം ഓർമ്മദിനാചരണവും ഗായിക S ജാനകി അനുസ്മരണവും നടത്തി. സംഗീത സംവിധായകൻ നടേശ് ശങ്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. സാഫ് പ്രസിഡന്റ് C വിജയൻ അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, ഉമേഷ് നായർ, ബാലകൃഷ്ണൻ മാലി, സുമതി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, വാർഡ് കൌൺസിലർ ദിലീപ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. മണ്ണുത്തി കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ ജെയിംസ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. പാവർട്ടി YMCAയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജരും തീർത്ഥകേന്ദ്രം റക്ടറുമായ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വെൺമേനാട് സെന്റ് ലൂവീസ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ YMCA പ്രസിഡന്റ് VS സെബി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക വിൻസി ഫ്രാൻസിസ്, കൺവീനർ VJ ഷിജോ, മാർട്ടിൻ ലൂവിസ്, KS ടെബി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അനീഷ് VR, ഡോക്ടർ T പാർവതി എന്നിവർ ക്യാമ്പിനും മഴക്കാല ജീവിതശൈലി രോഗ സെമിനാറിനും നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും നടക്കും. നോമ്പനുഷ്ഠാനത്തിലും ധ്യാനത്തിലും പെരുന്നാൾ ആചരണത്തിലും പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സാജു, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ UDF LDF കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബഹളം. തെരുവു നായകളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവു നായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ചേലക്കരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ചു മറിഞ്ഞ് യാത്രക്കാരന് ദാരുണാന്ത്യം. തൊണ്ണൂർക്കര സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്.
ഇടതു ഭരണകാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.